ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രം സാരാഭായി. രാകേഷ് ശർമ്മയെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം ഏതാണ്? സോയുസ് T-11. ഏതു രാജ്യത്തിന്റെ സഹായത്തോടുകൂടിയാണ് ഇന്ത്യ സോയുസ് T-11 നിർമ്മിച്ചത്? റഷ്യ. ബഹിരാകാശത്ത് എത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ? 138. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 5. യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം ഏതാണ്? വോസ്റ്റോക്ക് 1. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്? 108 മിനിറ്റ്. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? സുനിത വില്യംസ്. എത്ര ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത്? 322 ദിവസം. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നൽകിയത് ആരാണ്? AB വാജ്പേയി. പ്രപഞ്ചം മുഴുവൻ എന്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കൽപ്പന ചൗള. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യം ആയിരുന്നു ചന്ദ്രയാൻ? 68. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ഇറക്കിയ ആദ്യ രാജ്യം ഏതാണ്? ചൈന. അവസാനമായി മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏതാണ്? 1972. ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച പേടകം തിരികെയെത്തിച്ച് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ചൈന. ഇതുവരെ മനുഷ്യനെ വഹിച്ചുകൊണ്ട് എത്ര ചാന്ദ്ര ദൗത്യങ്ങൾ നടന്നിട്ടുണ്ട്? 6. ഇന്ത്യയുടെ ചൊവ്വാദൗത്യമായ മംഗൾയാൻ വിക്ഷേപിച്ച സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? കെ രാധാകൃഷ്ണൻ. ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മ ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടാണ് സാരേ ജഹാം സേ അച്ഛാ എന്ന് ഫോണിലൂടെ പറഞ്ഞത്? ഇന്ദിരാഗാന്ധി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? റിച്ചാർഡ് നിക്സൺ. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാൻ ആയ വ്യക്തി? സതീഷ് ധവാൻ. അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതായിരുന്നു? സാറ്റേൺ 5. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സമർപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ഏത് വാഹനത്തിലാണ് ലൈക എന്ന നായയെ ബഹിരാകാശത്തിലേക്ക് അയച്ചത്? സ്പുട്നിക് 2. മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയ ഇന്ത്യൻ സമയം? പുലർച്ചെ 1:48. നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിൽ സ്ഥാപിച്ച ലോകരാഷ്ട്രത്തലവന്മാരുടെ ഫലകത്തിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രസിഡന്റ്? വി ഗിരി. ആദ്യമായി ബഹിരാകാശത്ത് നിന്ന് ചന്ദ്രന്റെ വിദൂരവശത്തിന്റെ ചിത്രമെടുത്ത് അയച്ച പേടകം? ലൂണ 3. എത്ര രാഷ്ട്രത്തലവന്മാർ ഒപ്പിട്ട ഫലകമാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ സ്ഥാപിച്ചത്? 158. അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ ആരാണ്? യൂജിൻ സെർനാൻ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യത്തു നിന്ന്?
റഷ്യ. ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ച വ്യക്തി ആരാണ്? ജെയിംസ് ഇർവിൻ. അപ്പോളോ 17 ദൗത്യത്തിൽ എത്ര എലികൾ പങ്കെടുത്തു? 5. മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനെ ആദ്യമായി വലംവെച്ച പേടകം ഏതാണ്? അപ്പോളോ 8. ചന്ദ്രയാൻ 2-ലെ പ്രഗ്യാൻ റോവറിന് എത്ര ചക്രങ്ങൾ ഉണ്ടായിരുന്നു? 6. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങി എത്ര മിനിറ്റ് ശേഷമാണ് എഡ്വിൻ ആൾഡ്രിൻ ചന്ദ്രനിൽ ഇറങ്ങിയത്? 19. ചന്ദ്രനിൽ പതാക നാട്ടിയ 4ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാണ്? 1958. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം? 8.2 മിനിറ്റ്. ബഹിരാകാശത്തിലൂടെ നടന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? അലക്സി ലിയനോവ്. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ജഹാംഗീർ ഭാഭ. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം ഏതാണ്? കൽപ്പന 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം എന്നാണ്? 2008 ഒക്ടോബർ 22. മനുഷ്യനെ വിജയകരമായി ചന്ദ്രനിൽ ഇറക്കിയ എത്ര ദൗത്യങ്ങൾ ഉണ്ട്? 6.